ഇതിലിപ്പോ ഈ വീഡിയോയുടെ നിജസ്ഥിതി പുറത്തു വരാതെ നിയമപരമായി നമുക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. അതാണ് വാസ്തവം. ഓക്കെ സർ, സോറി, ക്ഷമിക്കണം. ഞാൻ ഈ പറയാൻ പോകുന്നത് എന്തെങ്കിലും കൂടി പോവുകയാണെങ്കിൽ സാറിനോട് ക്ഷമിക്കണം. ഞാൻ ഈ പേപ്പറിൽ എഴുതിയിരിക്കുന്നതെല്ലാം സത്യമാണ് സർ. എനിക്ക് ജോലിക്ക് പോകാൻ പറ്റുന്നില്ല, പള്ളിയിലോ അമ്പലത്തിലോ പോകാൻ പറ്റുന്നില്ല. എന്തിന് എങ്ങോട്ടും പോകണമെന്നുണ്ടെങ്കിൽ ഒരു ഓട്ടോ വിളിക്കാൻ കൂടെ പറ്റുന്നില്ല. കഴിഞ്ഞ ദിവസം എൻ്റെ പിള്ളേരുടെ സ്കൂളിൽ പേരൻസ് മീറ്റിംഗ് ആയിരുന്നു, അതിനു കൂടെ പോകാൻ പറ്റിയില്ല. സാറിൻ്റെ ഈ ഓഫീസിലേക്ക് വരുമ്പോഴും എവിടെയും എല്ലായിടത്തും ഈ നോട്ടങ്ങളാ. ഇതൊക്കെ ഞാൻ എങ്ങനെ ക്ഷമിക്കണമെന്നാണ് സാറ് പറയുന്നത്? ഇതൊക്കെ ക്ഷമിക്കാൻ എനിക്കെന്നല്ല, എന്നെ പോലെയുള്ള ഒരു സാധാരണ സ്ത്രീക്കും പറ്റില്ല. സാറ് പറയുന്ന പോലെ ഞാൻ ചിലപ്പോൾ സഹിക്കണമായിരിക്കുമല്ലേ? സഹിച്ചോളാം സർ, ബുദ്ധിമുട്ടിച്ച് ക്ഷമിക്കണം. സോറി. ആൻസി അവിടെ ഇരിക്കൂ. നിങ്ങളുടെ വാക്കുകളിലെ സത്യസന്ധത മുഖവിലേക്ക് എടുക്കുന്നു. ഉടനെ തന്നെ വേണ്ട നടപടികൾ സ്വീകരിക്കും. DGP, carry on. സർ. നന്ദിയുണ്ട് സർ. താങ്ക് യു. സാർ, ഈ വീഡിയോ റിസൾട്ടിന് വേണ്ടി കാക്കണ്ട. ഇതിൽ പറഞ്ഞിരിക്കുന്ന പേരുകാരെ വിളിച്ച് ശരിയായിട്ടൊന്ന് ചോദ്യം ചെയ്താൽ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാം. CI രാജ്മോഹൻ ഏതാണ്ട് ആ സ്റ്റേജിലെത്തിയപ്പോഴാണ് അയാളെ മാറ്റിയത്. ദർ വാസ് പൊളിറ്റിക്കൽ പ്രഷർ. ആ പ്രഷറും ഗുലുമാലികളും ഒക്കെ ഉണ്ടാവും. DGP അതൊന്നും നോക്കണ്ട, അയാൾ തന്നെ അന്വേഷിക്കട്ടെ. ഇതിനൊക്കെ ഒരു അറുതി എപ്പോഴെങ്കിലും ഉണ്ടാവണമല്ലോ. ഇതെന്റെ ഓർഡറാണ്. സാർ. മോളെ, മുഖ്യൻ എന്ത് പറഞ്ഞു? സങ്കടം വന്നത് മോക്കാന്നോ മുഖ്യനാണോ? എന്റെ കൊച്ചപ്പ, ഞാൻ എല്ലാം വിശദമായിട്ട് പറയാം. ആദ്യം നമുക്ക് ഇവിടെ നിന്ന് പോവാം. കേരളത്തിലെ നല്ല ഇന്ത്യയിലെ തന്നെ അപൂർവമായ ഒരു രംഗത്തിനാണ് ഇന്ന് സെക്രട്ടറി സാക്ഷ്യം വഹിച്ചിരിക്കുന്നത്. മാഡം, ഫേസ് ക്ലിയർ ആക്കണോ? അല്ല, വേണ്ട. എന്തിനത്? ബ്ലർ ഒന്നും ചെയ്യണ്ട, എന്റെ മുഖം കാണിക്കാം. നിങ്ങൾ എന്നോട് എന്താ ചോദിച്ചോളൂ. ഞാൻ തെറ്റുകാരിയല്ലെന്ന് എനിക്ക് ഉറപ്പുള്ളതുകൊണ്ടല്ലേ ഞാൻ ഇങ്ങനെ ഒരു കാര്യത്തിന് വന്നിരിക്കുന്നത്. എന്റെ മുഖമൊന്നും മറക്കണ്ട. എന്നെ ദയവ് ചെയ്ത് നിങ്ങളെ ഇരിയെന്നുള്ള വിളിപ്പേരിട്ട് വിളിക്കരുത്. അതെ, ഈ ധൈര്യത്തിന്, താൻ തെറ്റുകാരിയല്ല എന്ന ഉറച്ച വിശ്വാസത്തിന്റെ പിൻബലത്തിന് നമുക്ക് നൽകാം സ്ത്രീ സമൂഹത്തിന്റെ ഒരു സല്യൂട്ട്. താങ്ക് യു. മാഡം, CMന്റെ ഫസ്റ്റ് റെസ്പോൺസ് അറിയാൻ എല്ലാവർക്കും ആഗ്രഹമുണ്ട്. എന്താണ് CMന്റെ നിലപാട്? ഈ സർക്കാർ സ്ത്രീകളെ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുന്നു. അപ്പോൾ ഈ കേസും അന്വേഷണവും ഏറ്റവും നല്ല രീതിയിൽ തന്നെ നടത്തുമെന്നാണ് മുഖ്യമന്ത്രി എനിക്ക് വാക്ക് നൽകിയിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ വാക്കുകളെ ഞാൻ വിശ്വസിക്കുന്നു, ബഹുമാനിക്കുന്നു. ഈ വീഡിയോ കൃത്രിമമാണെന്ന് മുഖ്യമന്ത്രി വിശ്വസിച്ചു എന്നാണോ അതിനർത്ഥം? അയ്യോ, അങ്ങനെ ഞാൻ എങ്ങനെയാ പറയാ? അതൊക്കെ സൈബർ സെൽ തെളിയിക്കേണ്ട കാര്യങ്ങളല്ലേ. ഞാൻ കേസ് കൊടുത്തിരിക്കുന്നു.
പ്രതികൾ എന്ന് പറയുന്നത് മാഡത്തിന്റെ തന്നെ അടുത്ത ബന്ധുക്കളാണെന്നൊരു അഭ്യൂഹം ഉണ്ടല്ലോ. അങ്ങനെ എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു. അത് ഞാൻ സൈബർ സെല്ലിനുള്ള പരാതിയിൽ കൊടുത്തിട്ടുണ്ട്. അത് ഞാൻ CMന്റെ അടുത്ത് സൂചിപ്പിച്ചിട്ടുമുണ്ട്. മാഡത്തിന്റെ ബന്ധുക്കളാണോ അതോ ഹസ്ബൻഡിന്റെ ബന്ധുക്കളാണോ? എന്റെ ആയാലും അദ്ദേഹത്തിന്റെ ആയാലും അവരൊന്നും ഇപ്പോൾ ബന്ധുക്കളെ പോലെയല്ല പെരുമാറുന്നത്, ശത്രുക്കളെ പോലെയാ. സാധാരണ സ്ത്രീകൾ കാണിക്കാത്ത ഈ ധൈര്യത്തിന് മേഡത്തിന് എന്താണ് പ്രചോദനം? ഹസ്ബൻഡ് ഈ കാര്യത്തിൽ മേഡത്തിന് സപ്പോർട്ടാണോ? അനന്തുവിന്റെ ഇതുവരെയുള്ള ജീവിതത്തിൽ എന്റെ കൈത്താങ്ങായിട്ട് നിന്ന ആളാണ്. എന്നെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുകയും സ്നേഹിക്കുകയും ചെയ്തിരിക്കുന്ന മനുഷ്യനാണ്. ഇപ്പൊ ഇക്കാര്യത്തിൽ ഇങ്ങനെയൊരു കേസ് വന്നപ്പോൾ അദ്ദേഹത്തിന്റെ കൂടെ തന്നെ നിന്നു. ഏറ്റവും കൂടുതൽ സപ്പോർട്ട് തരുന്നു അദ്ദേഹം തന്നെയാണ്. എന്നിട്ടിപ്പോ കൂടെ വരാൻ എന്താ അദ്ദേഹം തയ്യാറാകാതിരുന്നത്? അത് അനന്തു ഇന്ന് പ്രൊജക്ടിന്റെ കാര്യത്തിന് വേണ്ടിയിട്ട് ബോംബെക്ക് പോയിരിക്കുകയാണ്. അല്ലെങ്കിൽ ഇപ്പോൾ ഇവിടെ സ്റ്റേറ്റ്മെന്റ് തരാനായിട്ട് ഇവിടെ അദ്ദേഹം ഉണ്ടാവുമായിരുന്നു. നിങ്ങളെല്ലാവരും തരുന്ന സപ്പോർട്ടിന് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. ഞാൻ എന്നാ പോട്ടെ. താങ്ക് യു മാഡം. ആ ഋതു ഇല്ലില്ല, വീട്ടിലുണ്ട്. ആ പല്ലവിയുണ്ട്. TV ന്യൂസോ? ഇല്ല, കണ്ടില്ല. തെരഞ്ഞെടുപ്പ് പരാജയത്തിന്റെ ഉത്തരവാദിത്വം വ്യക്തികൾക്കല്ലെന്നും പാർട്ടി അന്വേഷിച്ച് നടപടിയെടുക്കുമെന്നും നിങ്ങളിങ്ങ് വന്നേ. എന്ത്? മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്. വ്യാജ അശ്ലീല വീഡിയോ തന്റേതല്ലെന്ന നിലപാടിൽ ഉറച്ച് ആൻസി വർഗീസ്. കേസിൽ മുഖ്യമന്ത്രിയുടെ പിന്തുണ തനിക്കുണ്ടെന്നും ആൻസി പറഞ്ഞു. ഈ സർക്കാർ സ്ത്രീകളെ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുന്നു. അപ്പോൾ ഈ കേസും അന്വേഷണവും ഏറ്റവും നല്ല രീതിയിൽ തന്നെ നടത്തുമെന്നാണ് മുഖ്യമന്ത്രി എനിക്ക് വാക്ക് നൽകിയിരിക്കുന്നത്. തനിക്ക് സമാധാനമായി ജീവിക്കാനുള്ള ചുറ്റുപാട് നിലവിലില്ലെന്നും കുറ്റക്കാരെ എത്രയും പെട്ടെന്ന് നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ കഴിയുമെന്നാണ് പ്രതീക്ഷയെന്നും ആൻസി പറഞ്ഞു. വീഡിയോ പ്രചരിച്ചതുമായി ബന്ധപ്പെട്ട് ചില ബന്ധുക്കളെ സംശയമുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പോലീസിനെ ധരിപ്പിച്ചു. സ്ത്രീ സുരക്ഷയ്ക്ക് മുൻതൂക്കം നൽകുന്ന സർക്കാർ തനിക്ക് നീതി ലഭ്യമാക്കുമെന്നാണ് പ്രതീക്ഷയെന്നും ആൻസി വർഗീസ് പറഞ്ഞു. എന്നാൽ പരാതി നൽകാൻ ആൻസിയും അടുത്തൊരു ബന്ധുവും മാത്രമാണ് എത്തിയത്. ഭർത്താവും പ്രശസ്ത ഛായാഗ്രാഹകനുമായ അനന്തൻ തന്റെ പുതിയ സിനിമയുടെ തിരക്കുമായി ബന്ധപ്പെട്ട് മുംബൈയിൽ ഉള്ളതിനാലാണ് എത്താത്തതെന്നും ആൻസി പറഞ്ഞു. ഇതിപ്പോ നാണക്കേടായല്ലോ ചിത്രേ.